ഈ സാമൂഹിക പ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ അവർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം, അല്ലേ? ഈ സാമൂഹ്യ പ്രവർത്തനം ശീലിക്കുന്നത് സത്യത്തിൽ ചെറുപ്പത്തിലെ തന്നെയാണ്. അവനവൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, സ്വന്തം അയൽക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പഠനങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്ന ഒന്നാണ്, അല്ലേ? വായിച്ച് പഠിക്കുന്ന ഒന്നല്ല സാമൂഹിക പ്രവർത്തനം. കാരണം സമൂഹത്തിലുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്ത് സ്വന്തം ശീലിക്കുന്ന ആ ഒരു ശീലമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് സംഘടനകളിലും അല്ലെങ്കിൽ പാർട്ടിയിലുമൊക്കെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലേ? അല്ലാതെ പ്രവാസ ലോകത്ത് വന്നിട്ട് ഏതെങ്കിലും സംഘടനയോടോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ല സാമൂഹ്യ സംഘടനയൊക്കെ തലപ്പത്ത് കയറി ഇരുന്നിട്ട് പത്രത്തിലൂടെ സാമൂഹ്യ പ്രവർത്തകർ എന്നെഴുതി വെച്ചാൽ അവർ സാമൂഹ്യ പ്രവർത്തകരാവില്ല. അതുകൊണ്ടാണ് ശരിക്കും പഴമക്കാർ പറയുന്നില്ലേ, കാക്കയെ കുളിച്ചാൽ അല്ല കാക്കയെ കുളിപ്പിച്ചാൽ കൊക്കാകുമോ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇതുണ്ടാവില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും സാമൂഹിക പ്രവർത്തകർ. സ്വന്തമായിട്ട് അവനൊരു അഡ്രസ്സ് ഉണ്ടാണ്, സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള പ്രവർത്തന മേഖലയിൽ കിട്ടും. ഈ പ്രവാസ ലോകത്ത് നിന്ന് കട്ടും മുടിച്ചും ആരെങ്കിലുമൊക്കെ പറ്റിച്ചും ചില രാഷ്ട്രീയ സംഘടനകളെയും സാമൂഹിക സംഘടനകളെയും തലപ്പത്ത് കയറിയിരുന്ന് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചിട്ട് അതിൽ നിന്നൊരു വക കാപ്പിയും കുടിച്ച് കറങ്ങി നടന്നിട്ട് സാമൂഹിക പ്രവർത്തകൻ എന്ന് പത്രത്തിൽ എഴുതിയാൽ ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ എന്തു ചെയ്യും, അതിനെ എതിർക്കും. അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. സംഗതി നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ശ്രമിക്കുന്നത് തന്നത് ഒരു സാമൂഹിക പ്രവർത്തനം തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഏറ്റെടുക്കാൻ ആദ്യം പഠിക്കണം. അത് വല്ലവരുടെയും, അതായത് പ്രവാസ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നോടൊപ്പം പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരുടെ പേര് സാമൂഹിക പ്രവർത്തകർ. ഇവർ ശരിക്ക് ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പോക്കറ്റിലുള്ള പണങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. സ്വന്തം എടുത്ത് പ്രവർത്തിച്ച് ശീലിക്കണം. അങ്ങനെ ശീലിക്കുന്നവരെ കാണുമ്പോൾ ഈ പിരിവ് നടത്തി ശീലിച്ചിട്ടുള്ളവർക്ക് ദുഃഖം തോന്നും, അസൂയ തോന്നും. അത് തോന്നിയിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർക്കൊക്കെ ഉണ്ടല്ലോ, ബിഗ് സല്യൂട്ട്.